ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേനെ കാണിക്കണത് ശ്യാമ ഇങ്ങനെ അഞ്ജലിയുടെ വണ്ടിയിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക കേട്ടോ. അഞ്ജലിയുടെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന വണ്ടിയുടെ പെട്രോൾ ടാങ്കിൻ്റെ അവിടെ ലീക്ക് വരുത്തണം. അപ്പോൾ പെട്രോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ പോയിട്ട് എവിടെയെങ്കിലും സ്പാർക്ക് ആവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ശ്യാമ അങ്ങനെ ചെയ്യണത്. ആ സമയത്ത് അഞ്ജലി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ശ്യാമേട്ടാ ശ്യാമേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ശ്യാം വിളിയൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ഈ ശ്യാമേട്ടനിത് എവിടെ പോയി എന്ന് അഞ്ജലി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ശ്യാമേട്ടാ ശ്യാമേട്ടാ എന്ന് വീണ്ടും ഇങ്ങനെ വിളിക്കുകയാണ്. ആ സമയത്ത് ശ്യാം വിളി കേൾക്കുന്നേ ഇല്ല. ഈ ശ്യാമേട്ടൻ എവിടെ പോയി, ഫോൺ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാമിൻ്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്യാം വണ്ടീൻ്റെ അടിയിൽ നിന്നിട്ട് പെട്ടെന്ന് ഫോൺ അടിക്കുന്നു പറഞ്ഞിട്ട് അഞ്ജലി ആയിരിക്കും പെട്ടെന്ന് ചാടി അവിടെ നിന്ന് എഴുന്നേക്കും കേട്ടോ. ആ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൂക്കളായിട്ട് നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് പോവാം. ഇതെന്താ ശ്യാമേട്ടാ പൂക്കളൊക്കെ ആയിട്ട്? ഇതിനായിട്ട് രാജകുമാരിക്ക് വേണ്ടി മേടിച്ചതാണ്. എനിക്ക് വേണ്ടിയിട്ടോ? പിന്നല്ലാതെ വേറെ ആർക്ക് വേണ്ടിയിട്ട് എന്ന് പറയാണ്. ഓ, എനിക്ക് മനസ്സിലായി. ഇപ്പം ഇവിടെ പുതിയ നവദമ്പതികൾ വരാൻ പോവാണല്ലോ, ആകാശം പ്രീതിയും. അപ്പോൾ അവർ വരുമ്പോൾ നമ്മൾ പുറകിലേക്ക് ഒട്ടും ആവാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നിങ്ങനെ സ്നേഹം കൊണ്ട് ശ്യാമേട്ടൻ മൂടുന്നതല്ലേ. ഓ, അതുകൊണ്ടൊന്നല്ല, അല്ലെങ്കിലും എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമല്ലേ രാജകുമാരി എന്നിങ്ങനെ പറയാണ്. അല്ല, നീ അമ്പലത്തിൽ പോകാൻ പോവല്ലേ? ആ അതെ. എന്നാൽ സുഖമായിട്ട് പോയിട്ട് വരൂ രാജകുമാരി എന്ന് പറയാണ്. അല്ല, ശ്യാമേട്ടനത് അങ്ങനെ പറഞ്ഞത് എങ്ങനെ പറഞ്ഞത്? അല്ല, ഇങ്ങനെ പോയിട്ട് വരാമെന്നൊക്കെയാണ്, തൊട്ടടുത്തല്ലേ പോകുന്നത്. അതിനിങ്ങനെ പറയുമ്പോൾ ഞാനിത് വലിയ ദൂരയാത്രയ്ക്ക് പോകുന്ന പോലെയാണല്ലോ പറയണത്. ആ, യാത്ര ഇപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും യാത്ര തന്നെയല്ലേ. പോയിട്ട് സുഖമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഞാനിതൊരു തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം രാജകുമാരി എന്നൊക്കെ പറയാണ്. എന്താ ശ്യാമേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? ഒന്നുമല്ല, നീ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം പോലും അകന്ന് നിന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലിക്ക് വളരെ സന്തോഷം തോന്നും കേട്ടോ. അങ്ങനെ അഞ്ജലിനെ ശ്യാമിനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ കണക്ക് കൂട്ടൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതി ഓരോരുത്തർക്ക് സാമ്പാറും ചട്നിയും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ ഇഡ്ഡലിക്ക്. മോനെ, നിനക്കെന്താ വേണ്ടത്? ചട്നി വേണോ? നീ അമ്പലത്തിൽ പോയായിരുന്നു രാവിലെ എന്നൊക്കെ വെച്ചിട്ട് ഓരോരുത്തർ സംസാരിച്ചിട്ട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചിട്ട് ഓരോരുത്തർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് നമ്മുടെ ശ്രുതി. അത് കണ്ടുകൊണ്ട് അശ്വിൻ വളരെ സന്തോഷത്തോടു കൂടി മാറി നിൽക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി ഭക്ഷണം വിളമ്പുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ തോന്നുവാണ്. എൻ്റെ കുട്ടീഷനാ, ഇതെന്താ എൻ്റെ നെഞ്ചിടിപ്പിങ്ങനെ കൂടുന്നത്? സാധാരണ ആ കടലമിഠായിനെ കാണുമ്പോഴാണല്ലോ ഈ നെഞ്ചിടിപ്പിങ്ങനെ കൂടുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ദേ നിൽക്കുന്നു അവിടെ അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിനെ ഒന്ന് ചിരിക്കുന്നുണ്ട്. ശ്രുതി ഒന്ന് അത്ഭുതത്തോടു കൂടി തന്നെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എൻ്റെ കുട്ടീഷനാ, ഇത് അശ്വിൻ സൈറാമല്ലേ, ഇയാളെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വീണ്ടും അശ്വിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവരവിടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. പ്രണയമേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ട് പുറകിലിങ്ങനെ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരസ്പരം മുഖത്തോട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ പതുക്കെ ഒന്ന് ശ്രുതിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ശ്രുതി ചിരിക്കണോ വേണ്ടയോ, അത് താൻ എന്തെങ്കിലും അത്ഭുത ലോകത്താണോ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന അഞ്ജലിനെയാണ്. അഞ്ജലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്യാമാണെങ്കിൽ അഞ്ജലിയുടെ മരണവാർത്ത കേൾക്കാൻ വേണ്ടി ആകെ വിമ്പൽ കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അഞ്ജലി വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അഞ്ജലി പക്ഷെ അതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പെട്രോൾ ഫുൾ ഇങ്ങനെ പോയി കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന വീണ്ടും ശ്രുതിനെ തന്നെയാണ്. ശ്രുതി ഇങ്ങനെ അശ്വിനെ കാണുമ്പോഴേക്കും ഇങ്ങനെ നെഞ്ചെടുപ്പിനെ കൂടി അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അശ്വിൻ്റെ സമയത്ത് ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല സാർ, സാറെന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതോ, ഞാൻ ഇവിടേക്ക് തന്നെയായിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി വീണ്ടും അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അശ്വിൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ പെണ്ണിനെ കല്യാണ സാരിയായിട്ട് വന്നതാണോ? ഓ അങ്ങനെ, താങ്ക് യു സർ, വെൽക്കം സർ എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ അശ്വിനെ ചിരി വരാം കേട്ടോ. കാരണം താങ്ക് യു വെൽക്കം എല്ലാം ശ്രുതി തന്നെ പറയാണ്. അശ്വിനെ മനസ്സിലായി ശ്രുതി ഇവിടെയൊന്നും അല്ല എന്നുള്ള കാര്യം. ശ്രുതി ഇങ്ങനെ കുറേ നേരം അശ്വിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് പതുക്കെ പേപ്പർ പ്ലേറ്റ് എടുക്കുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഇവിടെ കാറ്ററിംഗ് കാര്യമൊന്നും വെച്ചിട്ടില്ലേ? വെച്ചിട്ടുണ്ട് സർ, അവർ വരാൻ വൈകും, അതുകൊണ്ട് എന്താ ഇപ്പം എല്ലാ പണിയും ഞാൻ ചെയ്യേണ്ടി വന്നു. അവിടെ ഇവിടെ ഓടി നടന്ന് മതിയായി, രാവിലെ മുതൽ ഓടി നടക്കുകയാണേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ പേപ്പർ പ്ലേറ്റുകൾ പതുക്കെ വിടിപ്പിച്ച്, അതായത് ഒരു പ്ലേറ്റ് അടിയിൽ ഒരു പ്ലേറ്റ് അങ്ങനെയാണല്ലോ, അപ്പോൾ പ്ലേറ്റ് ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടി എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുവാണ്. അത് അശ്വിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെ വെക്കണത് കേട്ടോ. ആ സമയത്ത് ശ്രുതി പ്ലേറ്റ് വെക്കണത് പാത്രത്തിലാണെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഡസ്റ്റ്ബിന്നിലാട്ടോ എല്ലാ പ്ലേറ്റും ഇടുന്നത്. അശ്വിനാണെങ്കിൽ അത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ പ്ലേറ്റുകളെല്ലാം തന്നെ ആ ഡസ്റ്റ്ബിന്നിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അശ്വിൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ്.
എന്താ എന്താ നിങ്ങളിങ്ങനെ ചിരിക്കണത് എന്ന് ചോദിക്കുമ്പോൾ അതോ എന്ന് പറഞ്ഞിട്ട് അശ്വിനി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്നാണ് ആ കാഴ്ച കാണുന്നത്. താൻ ഇത്രയും നേരം പ്ലേറ്റുകളെല്ലാം വെച്ചുകൊണ്ടിരുന്നത് ആ ഡസ്റ്റ്ബിന്നിൻ്റെ ഉള്ളിലാണല്ലോ എന്ന് ആലോചിച്ചു. അയ്യോ എൻ്റെ കുട്ടീഷ്ണ ഞാൻ എന്ത് പണിയായി കാണിച്ചത്, ഈശ്വരൻ എന്നെ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പൊട്ടിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾ ചിരിക്കേണ്ട, എല്ലാത്തിനും കാരണം നിങ്ങളാ. നീയല്ലേ പേപ്പർ പ്ലേറ്റിൻ്റെ ഉള്ളിൽ പേപ്പർ ആ പ്ലേറ്റ് അതിനുള്ളിലേക്ക് ഇട്ടത്, എന്നിട്ടിപ്പോൾ കാരണക്കാരൻ ഞാനായോ, ശ്രദ്ധയില്ലാത്ത പണി ചെയ്തിട്ടല്ലേ എന്ന് പറയാണ്. അശ്വിൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ പറയല്ലോ ഞാൻ കാരണമാണ് പ്ലേറ്റ് അങ്ങോട്ടേക്ക് ഇട്ടതെന്ന്, ഞാൻ കാരണം എങ്ങനെയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആരാ ഇങ്ങനെ സ്വയം മറന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന രീതിയിൽ ശ്രുതി അശ്വിനെ നോക്കുവാണ്. ശേഷം ശ്രുതി പറയുന്നുണ്ട്, ഈശ്വര ഇനി പ്ലേറ്റ് കുറേ വേണമല്ലോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മേടിക്കാൻ ഞാൻ തന്നെ ഓടണമല്ലോ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, അതെ താൻ പറഞ്ഞല്ലോ ഞാൻ കാരണമാണ് പേപ്പർ പ്ലേറ്റ് എല്ലാം പോയതെന്ന്, ഒരു കാര്യം ചെയ്യാം ഞാൻ മേടിച്ചുകൊണ്ട് വരാം. സാറോ, അതെ ഞാൻ മേടിച്ചിട്ടുണ്ട്, താനൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ കാറ്ററിംഗുകാർ ശ്രുതിയുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അതെയോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓ ഈശ്വരാ, ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് തന്നെ വിടണേ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പം അപ്പുറത്തൊരു പെണ്ണ്, ശ്രുതി ചേച്ചി 2 ഇഡ്ഡലി എന്നിങ്ങനെ പറയാം കേട്ടോ. ഇപ്പം തരാം മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇഡ്ഡലി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആ പെൺകുട്ടി ചോദിക്കേണ്ട, അല്ല ശ്രുതി ചേച്ചി കാറ്ററിംഗുകാരൊന്നും വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അതോ ഒന്നും പറയണ്ട, കാറ്ററിംഗുകാർ വരണ വഴിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന്, വേറെ ആൾക്കാരെ പകരത്തിന് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി അവരെപ്പോൾ എത്തിയിട്ട് എപ്പോൾ ഫുഡ് കൊടുക്കാനാണ് എനിക്കറിയില്ല എൻ്റെ കുട്ടീഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. സാമ്പാറാണോ വേണ്ടത്, എന്താ ചേട്ടൻ എന്താ വേണ്ടത്, ചമ്മന്തി വേണോ എന്നൊക്കെ പറഞ്ഞ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. അശ്വിൻ 2 വലിയ ബോക്സായിട്ട് അങ്ങോട്ട് വരുക കേട്ടോ. ഏ അശ്വിൻ സാർ, അശ്വിൻ സാർ എന്തേ കാണിക്കണത് എന്ന് ചോദിക്കണേ. ഇതെന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇത് താൻ പറഞ്ഞില്ലേ പേപ്പർ പ്ലേറ്റ്, അയ്യോ സാർ പേപ്പർ പ്ലേറ്റ് ഒരു 10-30 പേരെ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അതിനിപ്പോൾ എന്താ, അല്ല സാർ 30 പേർക്കുള്ള പ്ലേറ്റിന് വേണ്ടി ഇതിപ്പോൾ 3000 പേർക്കുള്ള പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അത് കുഴപ്പമൊന്നുമില്ല, 30 പേരിൽ ഇപ്പോൾ 2-3 പേര് കൂടി വന്ന് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അതായത് എന്താണ് ചെയ്തത് തെറ്റാണെന്ന് അപ്പോഴും സമ്മതിക്കില്ല, പൊട്ടത്തരം ചെയ്തെന്ന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചിരിക്കുകയാണ്. അല്ല താൻ എന്താ പിറുപിറുത്തത്, അതോ ഞാൻ സാറിനൊരു താങ്ക്സ് പറയായിരുന്നു എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, താങ്ക്സ് ഒക്കെ കുറച്ച് സ്വീറ്റായിട്ട് പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. എന്താ സാർ പറഞ്ഞത്, ഒന്നുമില്ല, താൻ എന്തായാലും ഇതൊന്ന് അകത്ത് കൊണ്ടുപോയി വെക്ക് എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ അതൊക്കെ അകത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ശേഷം അപ്പോഴേക്കും ശ്രുതിയുടെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുമ്പോഴേക്കും ശ്രുതിയുടെ ഫോണിൽ അമ്മയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ അമ്മായി അകത്തുനിന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, ശ്രുതി, എടി ശ്രുതി എൻ്റെ ഫോണല്ലേ ബെല്ലടിക്കുന്നത്, ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കണം. ഈ അമ്മായിയുടെ ഒരു കാര്യം, ഇപ്പോൾ കൊണ്ടുവരാം അമ്മായി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോണായിട്ട് അകത്തേക്ക് പോകാട്ടോ. ആ സമയത്ത് 2 ചേച്ചി പിള്ളേർ അവിടെ, അതെ ചമ്മന്തി വേണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മോളെ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് പോവാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അശ്വിൻ, ചമ്മന്തിയല്ലേ വേണ്ടത്, അതെ എന്ന് പറയാണ് ആ പെൺകുട്ടി. വേഗം അശ്വിൻ ചമ്മന്തിയുടെ പാത്രം എടുത്തിട്ട് ആ പെൺകുട്ടിക്ക് ചമ്മന്തിയും ഇഡ്ഡലിയും അവിടെയുള്ള ആൾക്കാർക്കെല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതി പെട്ടെന്ന് അമ്മായിയുടെ ഫോൺ കൊടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ കാഴ്ച കണ്ട് ഞെട്ടുവാണ്. അശ്വിൻ വല്ലാതെ തിരക്കിൽ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ശ്രുതി. അശ്വിൻ്റെ ആ ഒരു ആ ഒരു സ്വഭാവവും അശ്വിന് എന്താണെന്നത് മറന്നിട്ട് ഒരു സാധാരണക്കാരെ പോലെ എല്ലാവരുടെ മുമ്പിൽ പെരുമാറുന്നതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് വളരെ സന്തോഷം തോന്നുവാണ്. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.